ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു തുലിപ്പ് കീ ചെയിൻ ചെയ്തെടുത്താലോ. വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വർക്കൊന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായി നമുക്ക് ആവശ്യമുള്ളത്, ഫസ്റ്റ് നമുക്കൊരു ലീഫ് ചെയ്യാൻ ഇവിടെ കസ്റ്റമർ പറഞ്ഞതുപോലെ ഞാൻ ഡാർക്ക് കളർ ഒരു ഗ്രീൻ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 32 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അങ്ങനെ 32 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ 32 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയിന് ഈ ഒരു ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള ഇത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ഹാഫ് ഡി സി ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും ഒരു ഹാഫ് ഡി സി കൂടി ചെയ്യുക. അപ്പോൾ 2 ഹാഫ് ഡി സി ആയി. യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ഹാഫ് ഡി സി കൂടി ചെയ്യുക. അങ്ങനെ ടോട്ടൽ ഇവിടെ നമ്മൾ 3 ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. ഇനി യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡി സി ആണ് ചെയ്യുന്നത്. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇനി നമ്മൾ അടുത്ത 5 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 1 ചെയ്തു. അടുത്തതിൽ സെക്കൻഡ് 1 ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 3ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റിച്ചിൽ 4ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 5ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 6ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത 3 ചെയിനിലും നമ്മൾ ഓരോ ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു ഹാഫ് ഡി സി കിട്ടി. ഇനി വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അടുത്ത സെക്കൻഡ് ഹാഫ് ഡി സി ചെയ്യുക. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3ാമത്തെ ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 ഹാഫ് ഡി സി സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി അടുത്ത ചെയിനിൽ നമ്മളൊരു സ്ലീവ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി തൊട്ടടുത്ത ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനിയുള്ള ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി 3 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഫസ്റ്റ് ഹാഫ് ഡി സി ചെയ്തു. സെക്കൻഡ് ചെയിനിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക. തേർഡ് ചെയിനിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ളത് 3 സ്റ്റിച്ചിലും ചെയ്തു. ഇനി അടുത്ത 6 സ്റ്റിച്ചിലും ഓരോ ഡി സി ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ തേർഡ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഫോർത്ത് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഫിഫ്ത്ത് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ. 6th ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ. 6 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത 3 ചെയിനിലും ഓരോ ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്.
അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഹാഫ് ഡി സി ചെയ്യുക, 3 ലൂപ്പ് കിട്ടും, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, രണ്ടാമത്തെ ഹാഫ് ഡി സി ചെയ്യുക. വീണ്ടും അടുത്ത ചെയിൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, മൂന്നാമത്തെ ഹാഫ് ഡി സി ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ ഉള്ളത് ലാസ്റ്റ് ചെയിനാണ്. ഈ ഒരു ലാസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ, ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് വർക്ക് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് ടേൺ ആവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈലൻഡ് ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത 3 സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഹാഫ് ഡി സി ചെയ്യുക. വീണ്ടും ഇങ്ങനെ ചെയിൻ കാണും, അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സെക്കൻഡ് ഹാഫ് ഡി സി ചെയ്യുക. അടുത്തതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, തേർഡ് ഹാഫ് ഡി സി ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 3 ചെയിനിലും ഓരോ ഹാഫ് ഡി സി ചെയ്തു. ഇനി നമ്മൾ അടുത്ത 6 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. തേർഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഫോർത്ത് സ്റ്റിച്ചിലും, അപ്പോൾ ഈ ടൈലൻഡ് ഞാൻ ഇതിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വർക്ക്. ഫോർത്ത് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷേ, ഫിഫ്ത്ത് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷേ, ഇപ്പോൾ ടോട്ടൽ നമ്മൾ 1 2 3 4 5 ലാസ്റ്റ് 6th സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ലാസ്റ്റ് 3 സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം. 3 ലൂപ്പ് കിട്ടും, 3 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. ഫസ്റ്റ് സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി ചെയ്യാം. തേർഡ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ, 3 ചെയിനിലും ഓരോ ഹാഫ് ഡി സി, 1, അടുത്ത ചെയിനിൽ സെക്കൻഡ് ചെയിനിലും ഒരു ഹാഫ് ഡി സി, 2, തേർഡ് ചെയിനിലും ഒരു ഹാഫ് ഡി സി, 3. ഇനി അടുത്ത 6 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യുക. ഫസ്റ്റ് ഡബിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, സെക്കൻഡായി. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, അപ്പോൾ 3 ഡബിൾ ക്രോഷേ ആയി. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, അപ്പോൾ 4 ഡബിൾ ക്രോഷേ ആയി. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, അപ്പോൾ 5 ഡബിൾ ക്രോഷേ ആയി. അടുത്ത സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷേ. അങ്ങനെ നമ്മൾ ടോട്ടൽ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ എന്നുള്ളത് 6 ചെയിനിലും ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ നമുക്ക് അടുത്ത 3 ചെയിനിലും ഓരോ ഹാഫ് ഡി സി ചെയ്യുക. 1, സെക്കൻഡ് ചെയിനിലും ഒരു ഹാഫ് ഡി സി, 2, തേർഡ് ചെയിനിലും ഒരു ഹാഫ് ഡി സി, 3. ഇനി നമ്മൾ ലാസ്റ്റ് ചെയിനാണ്, അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം യാൺ വലിച്ച് ടൈറ്റ് ആക്കുക. എന്നിട്ട് ഇതൊന്ന് ഫസ്റ്റ് നമുക്ക് ഒന്ന് മുന്നിലേക്കും പിന്നെ ഒന്ന് ബാക്ക് സൈഡിലേക്കും കൊടുക്കാം. എന്നിട്ട് ഇത് എവിടെയെങ്കിലും ഒരു ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക.
അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മളെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ചെയിൻ സ്റ്റിച്ചാണ്. അതിൻ്റെ ഒരു കയറ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്യാം, എന്നിട്ട് ഒരു 40 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇവിടെ 40 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ടൈലൻ അധികം എടുത്തിട്ട് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു യാണിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇനി ഈ ലീഫ് എടുക്കാം. ലീഫ് എടുത്തിട്ട് ലീഫിൻ്റെ സെൻറ്ററിൽ നമുക്കിങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു ലൂപ്പിലും നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ യാണൊന്ന് ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചിട്ട് യാണോ ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്തു കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിങ്ങനെ വലിക്കുക. അപ്പോൾ ഇതിവിടെ ഈ ഒരു ലീഫിൻ്റെ അവിടെ ഇതിങ്ങനെ അറ്റാച്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുലിപ്പ് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവർ ചെയ്യാനായിട്ട് എന്നോട് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ലാവൻഡർ കളർ യൂസ് ചെയ്യാനാണ്. ഞാനിവിടെ ഫോർപ്ലൈയുടെ ലാവൻഡർ കളറാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫോർപ്ലൈ ആയതുകൊണ്ട് 2.5 mm ഹുക്ക് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 10 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10. ഞാനിവിടെ 10 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഞാനോ ചെയ്യുക, 2 ലൂപ്പും കൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പും കൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ സെക്കൻഡ് സിംഗിൾ ക്രോഷേ, അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ, അങ്ങനെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ 10 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് സിംഗിൾ ക്രോഷേ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിവിടെ ടോട്ടൽ നമുക്ക് 9 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നത് അതിൻ്റെ ഒന്ന് മൈനസ് ചെയ്തിട്ടാവും നിങ്ങൾക്ക് സ്റ്റിച്ചസ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 9 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യാം. നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ഇങ്ങനെ ഇനി ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ചെയിന് പോലെ കാണാൻ പറ്റും. ഇതിൽ ഈ ഒരു ഫസ്റ്റ് കാണുന്ന ചെയിനിന് നമ്മൾ ഫ്രണ്ട് ലൂപ്പും ഈ സെക്കൻഡ് ചെയിനിലെ ബാക്ക് ലൂപ്പ് എന്ന് പറയും. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് ലൂപ്പിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. 2 ലൂപ്പിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു ബാക്ക് ലൂപ്പാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയിന് പോലെ കാണുന്നുണ്ട്. ഈ ഒരു ചെയിനിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി തൊട്ടടുത്ത ചെയിനിൽ ബാക്ക് ലൂപ്പിൽ മാത്രം, ഫ്രണ്ട് ലൂപ്പിലല്ല, ബാക്ക് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ ബാക്ക് ലൂപ്പ് ഇങ്ങനെ നോക്കിയിട്ട് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ബാക്ക് ലൂപ്പിൽ യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴും നമുക്ക് 9 ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് കിട്ടുക. നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ചെയിൻ സ്റ്റിച്ച് പോലെ കാണും. ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ബാക്കിൽ വരുന്ന ഭാഗം ഇവിടെ ഈ ഭാഗം നമ്മൾ ഫ്രണ്ട് ലൂപ്പും ബാക്കിൽ വരുന്ന ഭാഗം ബാക്ക് ലൂപ്പുമാണ്. അപ്പം ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിലും ഇതുപോലെ തന്നെ
ബാക്ക് ലൂപ്പ് നോക്കിയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇത് നമ്മൾ നല്ല ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ ബാക്ക് ലൂപ്പ് ഇങ്ങനെ നോക്കുക. ഇവിടെ ഇങ്ങനെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് പോലെ കാണും. ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മൾ 10 ചെയിൻ സ്റ്റിച്ച് എടുത്തതുകൊണ്ട് നമുക്ക് 9 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നത് അതൊക്കെ എഴുതി വെക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ എഴുതി വെച്ചിട്ട് ചെയ്യുക കേട്ടോ. എഴുതി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന് ശേഷം നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക. ഓരോ റൗണ്ടും കൗണ്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിവിടെ 9 കിട്ടി, അടുത്ത റൗണ്ടിൽ 9 സ്റ്റിച്ച് കിട്ടി. ഈ ഇങ്ങനെ കൗണ്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇവിടെ കണ്ടില്ലേ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്നില്ലേ? അപ്പോൾ അവിടെ ഇങ്ങനെ 1 2 3 4 5 6 7 8 9 അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്താൽ മതി കേട്ടോ. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ വീണ്ടും ഇങ്ങനെ ബാക്ക് ലൂപ്പ് ഫ്രണ്ട് ലൂപ്പ് നോക്കുക. ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ കുറച്ച് റൗണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കുറച്ച് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ ചെയ്യാം. ഇങ്ങനെ 9 സ്റ്റിച്ച് ഉണ്ടോ നോക്കുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. വീണ്ടും ഈ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് 9 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ നമുക്ക് കുറച്ചധികം ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാനിവിടെ കുറച്ച് റൗണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 9 9 റൗണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങനെ 9 റൗണ്ട് കൗണ്ട് ചെയ്യേണ്ട. നമുക്കിതൊന്ന് മെഷർമെൻറ്റ് എടുക്കാം. നമുക്കൊരു 3 ഇഞ്ചാണ് മെഷർമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പിന്നെ എടുക്കുന്ന യാണും എടുക്കുന്ന ഹുക്കിനും അനുസരിച്ചിട്ട് റോല് വ്യത്യാസം വരും. അപ്പോൾ എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് കറക്റ്റിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ചെയിൻ 1 ചെയ്യാം. നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. യാണ് കട്ട് ചെയ്യാം. കുറച്ച് ടൈലിൻ്റെ അധികം എടുത്തിട്ട് യാണ് കട്ട് ചെയ്യണേ. നമുക്കിവിടെ തുന്നാനുണ്ട്. അപ്പോൾ ടൈലിൻ്റെ അധികം എടുത്തിട്ട് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നീഡിൽ ഈ ഒരു ലാസ്റ്റ് ഇതിൽ നീഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിങ്ങനെ പിടിച്ചിട്ട് ആദ്യം ഈ ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തുന്നി കൊടുക്കുക കേട്ടോ. അത് ഈ ഫസ്റ്റ് പാർട്ടിൽ എടുക്കുക, പിന്നെ ഇതിലേക്ക് കൊടുക്കുക. നമുക്കിങ്ങനെ ആ ഫസ്റ്റ് ലാസ്റ്റ് ഇവിടെ എത്തുന്നവരെ തുന്നി കൊടുക്കുക. ഈ ഒരു തേയിലേൻ്റെ എടുത്ത യാണാണ്. ഈ യാണ് നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കാം. ശേഷം ഇതിങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കിങ്ങനെ തുന്നി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ തുന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോർഷനിൽ ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ചുറ്റിലും ഇങ്ങനെ തുന്നി കൊടുക്കാം.
സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിങ്ങനെ ഇതിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ നമുക്ക് ചെറുതായി വരും കേട്ടോ. ടൈറ്റാക്കി കൊടുക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ലീഫിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് നല്ലോണം വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു യാണ് അവിടെ അറ്റാച്ച് ആവാം. ഈ ഒരു ഗ്രീൻ കളർ യാണ് കൂടി കൂട്ടിയിട്ട് വേണം കേട്ടോ തുന്നാൻ. രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ ഇതവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. നമുക്ക് ഇത് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കാം. നമുക്ക് ഈ രണ്ട് യാണോ ഒന്നിങ്ങനെ കൂട്ടി കെട്ടി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഹുക്ക് എടുക്കുക. അതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഇവിടെ നിന്നോട്ടെ, കുറച്ച് ടൈലിൻ്റെ അധികം നിന്നോട്ടെ. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള യാണ് ഇതേപോലെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഹൈഡാക്കി കൊടുക്കാം. നമുക്കൊരു തുലിപ്പിൻ്റെ ഫ്ലവറും കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളിവിടെ 2 തുലിപ്പും ഫ്ലവറൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ഒരു ബീഡ്സ് കൂടി ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് ബീഡ്സ് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് കോർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ബീഡ്സ് ഇവിടെ ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്നിങ്ങനെ കെട്ടിക്കൊടുക്കാം കേട്ടോ. നമുക്കിതിൽ
നമുക്ക് ഈ ഒരു ബീഡ്സും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു തുലിപ്പിൻ്റെ ഒരു കീ ചെയിൻ കിട്ടിയിട്ടുണ്ട്. നല്ല ലോങ് ആയിട്ടുള്ള ലീഫൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഓരോ കമൻറ്റും നിങ്ങളെ ലൈക്കും ഒക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.